മക്കളെ ഇത് മിസ്സാക്കല്ലേ. വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് മക്കളെ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ വേണ്ടി പോകുന്നത്. നിങ്ങൾ ശ്രദ്ധയോട് കൂടി ഉണ്ടാകണം. ഇത് മിസ്സാക്കൽ എന്ന് പറയുന്നത് വെറുതെ അല്ല, ആവർത്തിച്ച് നിങ്ങളുടെ പരീക്ഷയ്ക്ക് ഇനി മണിക്കൂറുകൾ മാത്രമേ ഉള്ളൂ. ആവർത്തിച്ച് നിങ്ങളോട് ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യം നമ്മൾ ഇപ്പോൾ ഇവിടെ പറയുകയാണ്. ഇതിലൂടെ നിങ്ങൾക്ക് ഒരു 4-5 മാർക്ക് നമുക്ക് ഉറപ്പിക്കാവുന്നതാണ്. മക്കളെ ഇത് മിസ്സാക്കല്ലേ. നോക്കാം ചോദ്യം എന്താണെന്ന്. ചോദ്യം എന്ന് പറയുന്നത് വാങ്മയ ചിത്രം തയ്യാറാക്കുക എന്നതാണ്. എന്താണ് വാങ്മയ ചിത്രം എന്ന് അറിയാത്തതുകൊണ്ട് ചില ആൾക്കാരൊക്കെ ചിത്രമൊക്കെ വരച്ചു വെച്ചിട്ടുണ്ട്. ചിത്രം വരച്ചു വെക്കലാണോ വാങ്മയ ചിത്രം? ഒരർത്ഥത്തിൽ ചിത്രം വരച്ചു വെക്കൽ തന്നെയാണ്. പക്ഷെ അതൊരിക്കലും നമ്മൾ സാധാരണ കാണുന്ന ചിത്രങ്ങളല്ല. വാക്കുകൾ കൊണ്ട് ചിത്രം വരച്ചു വെക്കുന്നതിനെയാണ് മക്കളെ വാങ്മയ ചിത്രം എന്ന് പറയുന്നത്. പലപ്പോഴും ചോദ്യങ്ങളിൽ ആവർത്തിച്ച് കണ്ടിട്ടുള്ള ഒരു ചോദ്യമാണ്. അതുകൊണ്ടാണ് മാഷ് ഇത് പറയുന്നത്. മക്കൾ ശ്രദ്ധയോടുകൂടെ കേൾക്കുക. വാങ്മയ ചിത്രം എന്ന് വെച്ചാൽ വാക്കുകൾ കൊണ്ട് ചിത്രം വരയ്ക്കുക. അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഒന്ന്, നിങ്ങളുടെ മുന്നിൽ കാണുന്ന ഒരു ദൃശ്യത്തെ, അല്ലെങ്കിൽ ഒരു കാര്യത്തെ, ഒരു സന്ദർഭത്തെ വാക്കുകളിലൂടെ തെറ്റരുത്, വാക്കുകളിലൂടെ വിവരിച്ച് നൽകുന്നതിനെയാണ് വാങ്മയ ചിത്രം എന്ന് പറയുന്നത്. ചിത്രമല്ല, വാങ്മയ ചിത്രം എന്ന് പറയുന്നത്. വാങ്മയ ചിത്രം എന്ന് വെച്ചാൽ എന്താ? നിങ്ങളുടെ മുന്നിൽ കാണുന്ന ഒരു ദൃശ്യത്തെ വാക്കുകളിലൂടെ വിവരിച്ച് നൽകുന്നതിനെയാണ് വാങ്മയ ചിത്രം. വാങ്മയ ചിത്രം എന്ന് പറയുന്നത് വാങ്മയ ചിത്രം. അപ്പോ ഒരു ആനയെ കാണുമ്പോൾ ഞാൻ നല്ല നെറ്റിപ്പട്ടൊക്കെ ഇട്ട ഒരു ആനയെ പൂരത്തിന് പോകുന്ന സമയത്ത് കണ്ടു. അപ്പോ ഒരുപാട് ആളുകൾ ചുറ്റും നിൽക്കുന്നു. നെറ്റിപ്പട്ടൊക്കെ ഇട്ട് നല്ല വെളുത്ത കൊമ്പുകളുള്ള ആനപ്പുറത്ത് ഒരു ദേവീന്റെ ബിംബുണ്ട്. അതിന് മുകളിലായിട്ട് മുത്തുക്കുട പിടിച്ച ഒരാൾ ഇരിക്കുന്നുണ്ട്. ഇതൊക്കെ പറയുന്ന സമയത്ത് നിങ്ങൾക്ക് ആ ദൃശ്യം മനസ്സിൽ കാണാൻ വേണ്ടി പറ്റുന്നില്ലേ? അതിനെയാണ് വാങ്മയ ചിത്രം എന്ന് പറയാ. അപ്പൊ ഞാൻ ഒരു ആനയെ കണ്ടു എന്ന് മാത്രം പറയുമ്പോൾ ഞാൻ കണ്ട അതേ ആനയുടെ രൂപമാണെന്നില്ല നിങ്ങളുടെ മനസ്സിൽ. പക്ഷെ വിവരിക്കുന്ന സമയത്ത് ഏകദേശം ഞാൻ കണ്ട അതേ ആനയുടെ ചിത്രം നിങ്ങളുടെ മനസ്സിലേക്കും വരും. അത് തന്നെയാണ് വാങ്മയ ചിത്രം എന്ന് ഉദ്ദേശിക്കുന്നത്. വാങ്മയ ചിത്രം എഴുതുന്നതിലൂടെ നിങ്ങൾക്ക് നല്ലൊരു കഥയൊക്കെ എഴുതാൻ വേണ്ടിയിട്ടുള്ള നിങ്ങളുടെ ശേഷി, കഥാശേഷിയൊക്കെ വികസിപ്പിക്കുന്ന ഒരു പ്രവർത്തനമാണ് സത്യത്തിൽ വാങ്മയ ചിത്രം. കാരണം നിങ്ങൾക്ക് വിവരിച്ച് ഒന്നിനെ പറ്റി എഴുതുമ്പോഴാണ് മറ്റുള്ള ആളുകൾക്കും കൂടെ അത് കേൾക്കുന്ന സമയത്ത് ഇത് കൊള്ളാം എന്ന് തോന്നുക. അപ്പൊ അതാണ് വാങ്മയ ചിത്രം മക്കളെ. വാക്കുകൾ കൊണ്ട് ചിത്രം വരയ്ക്കുന്നത് പോലെ എന്ന് തന്നെ ഇത് അർത്ഥമാകുന്നു. വാക്കുകൾ കൊണ്ട് ചിത്രം വരയ്ക്കുന്നത് പോലെ തന്നെ. അപ്പോ വാങ്മയ ചിത്രം ഒരു കാരണവശാലും എന്റെ മക്കൾ മറക്കരുത്. ഇത് പലപ്പോഴും ആവർത്തിച്ചു വന്നിട്ടുള്ള ഒരു ചോദ്യമാണ്. ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിൾ. വാക്കുകൾ കൊണ്ട് വിവരിച്ചെഴുതുന്നു, ഒരു ചിത്രം വരയ്ക്കുന്നത് പോലെ അത് അവതരിപ്പിക്കുന്നു. അപ്പൊ ഇതാണ് വാങ്മയ ചിത്രം എന്ന് പറയുന്നത്. മക്കളെ ഒരു കാരണവശാലും ഇത് മിസ്സാക്കല്ലേ മക്കളെ. ഉറപ്പായിട്ടും വരാൻ സാധ്യതയുള്ള ഒരു ചോദ്യമാണ്. ഇത് പഠിച്ചിട്ട് പോകുക. ഇപ്പൊ പറഞ്ഞ കാര്യം മറക്കണ്ട. വാക്കുകളിലൂടെ ചിത്രം വരയ്ക്കുന്നു, വിവരിക്കുന്നു, നല്ല രീതിയിൽ വർണ്ണനകളൊക്കെ ചേർത്ത് വിവരിക്കുന്നു. ഇതാണ് വാങ്മയ ചിത്രം. മക്കൾ ഗംഭീരമായിട്ട് പരീക്ഷ എഴുതുക. മണിക്കൂറുകൾ മാത്രമേ നമ്മുടെ മുന്നിലുള്ളൂ. എല്ലാ മക്കൾക്കും നല്ലൊരു പരീക്ഷ ആശംസിക്കുന്നു.